നമ്മൾ സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവെ ഉയർന്ന പോളിംഗ് കാണാറുണ്ട്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടത്തും ഉയർന്ന പോളിംഗ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ കാണാത്ത വീറും വാശിയും മുന്നണികൾ തമ്മിലുണ്ടായിരുന്നു. അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇതൊന്നും പക്ഷേ പോളിംഗിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന നമ്മൾ വാർത്തകളിൽ ദിവസം വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളല്ല ജനം വിലയിരുത്തിയത് എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിലേക്ക് നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കടന്നു പോയിട്ടുണ്ടാകാം, ഒരു ചോദ്യമായി പോയിട്ടുണ്ടാകാം എന്നതിലപ്പുറം നമ്മൾ അവിടെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, പരസ്പരം ഉണ്ടാക്കിയിരിക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതിലപ്പുറം തന്നെ ഈ മൂന്ന് പാർട്ടികളും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ, അതിർവരമ്പുകളില്ലാത്ത രീതിയിൽ, പ്രത്യയശാസ്ത്ര ബാധ്യതകളില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾക്ക് പോകാനും വരാനും ഒക്കെ എളുപ്പം സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പാലക്കാട് ഇരു പാർട്ടികളും തെളിയിക്കുകയാണെന്നുള്ളതാണ്. അപ്പുറത്ത് BJP ആയാലും രണ്ട് പാർട്ടികളിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. സന്ദീപ് വാര്യർ എന്ന ഒരു RSS നേതാവ്, RSSൽ വളർന്ന് RSSകാരനായി മുന്നോട്ട് പോയിരിക്കുന്ന ഒരു നേതാവ് അപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് പോകാൻ വളരെ കുറച്ച് ചെറിയ സമയം കൊണ്ട് സാധിച്ചു. അപ്പുറത്ത് സരിൻ എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടി വന്നു. അല്ല, പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ പോയി. അപ്പോൾ പാർട്ടി ചിഹ്നം മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ പോയി. കാരണം പാലക്കാട് ഒരു വലിയ തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോൾ അവിടെ പാർട്ടി ചിഹ്നം വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്. അപ്പോൾ സരിൻ വരുമ്പോൾ സരിനെ സ്വീകരിക്കാൻ അണികൾ തയ്യാറാകണം, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തയ്യാറാകണം. അപ്പുറത്ത് സന്ദീപ് വാര്യർ വരുമ്പോൾ സന്ദീപ് വാര്യരെ അർത്ഥത്തിൽ സ്വീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകണം എന്നൊരു സന്ദേശം നേതൃത്വം നൽകുന്നു. അത് എത്രത്തോളം ഈ അണികൾ എടുക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷമൊന്നും സംഭവിക്കില്ലെങ്കിലും നല്ല ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ തന്നെയാണ് സാധ്യത. ചേലക്കരയിലും അതിശക്തമായ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നുണ്ട്. വയനാട്ടിലെ കാര്യം നമുക്കറിയാം. വയനാട്ടിലും ഒരു നിസ്സംഗത സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഈ ദുരന്തം വലിയ രീതിയിൽ തന്നെ വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ട്. അത് പോളിംഗിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാടേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇങ്ങനെയാണോ ഒരു തിരഞ്ഞെടുപ്പിൽ പെരുമാറേണ്ടത് എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പുനരാലോചിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോപണങ്ങളുടെ ഒക്കെ സ്വഭാവവും രീതികളും ഒക്കെ മാറുന്നു. CPM രീതിയെക്കുറിച്ചാണ് എനിക്കതിൽ കൂടുതൽ ദുഃഖം തോന്നുന്നത്. കാരണം കുറച്ച് കാലമായ ആ ഒരു രീതിയിലേക്ക് അവർ വരുന്നു. വടകരയിലും കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, ഇന്നത്തെ വാർത്ത പോലും കാഫിർ സ്ക്രീൻഷോട്ടിൽ പോലീസ് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇന്ന് കോടതി അന്ത്യശാസനം നൽകിയ ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ ബഹളം വെച്ച് ആളുകളെ മോശക്കാരാക്കുന്ന രീതിയിൽ, വർഗീയ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലൊക്കെ ഒരു പ്രചാരണത്തിലേക്ക് വരിക. ഇപ്പോൾ പാലക്കാട് STPയെ ബന്ധമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊക്കെ ന്യൂനപക്ഷ വോട്ടിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അതിപ്പോൾ ആർക്ക് നേട്ടമുണ്ടാക്കുമെന്നതിനേക്കാൾ ഇങ്ങനെയാണോ പ്രചാരണം നടത്തേണ്ടത് എന്നൊരു ചോദ്യം CPM നേരിടേണ്ടതുണ്ട്. അപ്പുറത്ത് സന്ദീപ് വാര്യർ എന്ന RSSകാരനെ ആശ്രയിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനു മുന്നും പറഞ്ഞ കാര്യങ്ങൾ, സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് മറക്കാനുള്ള സമയമായോ? ഒരാൾ ഞാനിത് എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും എല്ലാം അവസാനിപ്പിച്ചു എന്നൊരു ബോധ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണോ എന്ന ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പും ചേലക്കര തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം എന്നൊന്നുണ്ടെങ്കിൽ അത് ചേലക്കരയിൽ പ്രതിഫലിച്ചിരിക്കും. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ കോൺഗ്രസ് അത് സമ്മതിക്കേണ്ടിയും വരും. കാരണം ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമാകേണ്ടതുണ്ടെങ്കിൽ ചേലക്കര എന്ന് വെച്ചാൽ സിറ്റിംഗ് സീറ്റാണ്. CPMനെ സംബന്ധിച്ച് അത്രയും പോരാട്ടം അവിടെ നടന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് ഒരു തൃക്കാക്കര മുതൽ ഒരു രീതി കൊണ്ടുവന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നേതാക്കളെ നേരത്തെ തന്നെ എത്തിച്ച് ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തനം നടത്തി. അവിടെ ഒരു തരത്തിലും പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ശക്തമാക്കി പഴയ നേതാക്കളെയൊക്കെ ഒഴിവാക്കി യുവാക്കളെ എടുത്ത് അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് അവിടെ ശ്രമിച്ചിരിക്കുന്നത്. ആ ശ്രമം ഫലവത്തായിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് പൂർണ്ണമായ ശ്രമങ്ങൾ തന്നെ അവസാനിപ്പിക്കാമെന്നുള്ളൊരു മറുപടി കൂടി കോൺഗ്രസിന് അവിടെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ നേതാക്കളെ സംബന്ധിച്ചാലും VD സതീശനെ സംബന്ധിച്ചാലും പിണറായി വിജയനെ സംബന്ധിച്ചാലും ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വരുന്നതിനോട് ജനം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനം വോട്ട് ചെയ്യാനൊക്കെ മടിക്കുകയാണോ
ഒന്നുകൂടി തോന്നേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് മാറിയെന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നു. മറിച്ച് BJP തൃശ്ശൂരിൻ്റെ ഒരു തുടർച്ച അവിടെ ആഗ്രഹിക്കുമ്പോൾ അതിലേക്കുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇനി ഏതായാലും മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പ്രചാരണ രീതി ഒരു തരത്തിലും അനുകരിക്കാവുന്ന അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ പാലക്കാടൻ രീതിയുടെ ഒരു തുടർച്ച ഉണ്ടാകരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പാടില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. Meet the editors.